ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ മയത്തൊക്കെ കട്ടൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ട് കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ മൂന്നാറിൽ ട്രിപ്പ് പോയ ടൈമിലായിരുന്നു. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ്, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കുക, പറ്റ കുറച്ച് വെക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1-1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം നല്ല രീതിയിൽ തന്നെ കുറച്ച് വെക്കണം, അല്ലാണ്ടെങ്കിൽ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കാടമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. കാടമുട്ട ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് കുറഞ്ഞ തീയിൽ തന്നെ വേണം നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആ മസാലയിൽ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി മസാല പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മസാല പിടിച്ച ശേഷം നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.